Hi all, welcome to my channel Najus Passion for It's me Najma. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. അതിനു മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നജൂസ് പാഷൻ ഫോർ പേജിലേക്ക് പോവുക, സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറാണ് നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് കോൺസണൻസ്, വോവൽസ് ആൻഡ് സെമി വോവൽസ്. നമ്മുടെ ഇടയിൽ പലരും കാണുന്നത് ഇംഗ്ലീഷിന് ഒരു ഗ്രാമറിനെ നമ്മൾ സ്പെഷ്യലി ഒരു റോക്കറ്റ് സയൻസ് ആയിട്ടാണ് കാണുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് വളരെ ഈസിയാണ്. നമുക്കിത് നോക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടലി 26 ലെറ്റേഴ്സ് ആണുള്ളത്, സ്റ്റാർട്ടിങ് ഫ്രം A to Z. ഓക്കെ, അതിൽ നമുക്ക് എത്ര വോവൽസ് ഉണ്ടായിരിക്കും? 5 വോവൽസ് ആണ് നമുക്കുള്ളത്. A-E-I-O-U. A-E-I-O-U ആണ് നമ്മുടെ ഇവിടുത്തെ വോവൽസ്. ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ കോൺസണൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, കോൺസണൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലി നമുക്ക് 5 വോവൽസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രാമർ ആക്ച്വലി ഈസിയാണ് ശരിക്കും അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കോൺസണൻസ് നമ്മൾ പറഞ്ഞു 21 നമുക്ക് കോൺസണൻസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം B, Z, D, F എക്സെട്ര അപ് ടു Z വരയ്ക്കും. ഇനി എന്താണ് സെമി വവൽ? സെമി മീൻസ് ഹാഫ്, അതായത് എന്ത് പറയുക, ഇത് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. ചില സമയം നമുക്ക് ഈ W, Y ആണ് നമ്മുടെ സെമി വോവൽസ് ടേം എന്ന് പറയുന്നത്. സംടൈംസ് ഇതെന്താ പറയുക, കോൺസണൻസ് ആയിട്ടും സംടൈംസ് ഇതിനെ നമ്മൾ വോവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ സെമി വോവൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു വോവൽസിൻ്റെ സൗണ്ട് വരുന്ന വെച്ചിട്ടാണ് നമ്മളിതിനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വോവൽസ് എടുക്കുമ്പോൾ ഹാറ്റ്, ഈ റെഡ് കളറിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ വോവൽസ്, A-E-I-O-U. അപ്പോൾ ഹാറ്റിൽ A ആണ് നമ്മുടെ വോവൽ. പെൻ എടുക്കുമ്പോൾ PEN E ആണ് നമ്മുടെ വോവൽ. കിഡ് എടുക്കുമ്പോൾ KID I ആണ് നമ്മുടെ വോവൽ. അടുത്ത ടോയ് എടുക്കുമ്പോൾ നമുക്ക് O ആണ് നമ്മുടെ ഇവിടുത്തെ വോവൽ. ഓക്കെ, കപ്പ് എടുക്കുമ്പോൾ CUP കപ്പിൽ നമ്മുടെ U ആണ് നമ്മുടെ ഇവിടുത്തെ വോവലായിട്ട് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ A-E-I-O-U ആണ് നമ്മുടെ വോവൽസ് നമ്മൾ പഠിച്ചു, 5 ലെറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. നമുക്ക് സം ടൈംസ് നമ്മൾ വോവൽസിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി വോവൽസിലാണ് ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ആപ്പിൾ, അതിനൊക്കെ നമ്മൾ ആൻ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. കോൺസണൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഒരു വേർഡിന് നമ്മൾ A വെച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ നെക്സ്റ്റ് ഞാൻ അപ്കമിങ് വീഡിയോയിൽ ഞാൻ ആർട്ടിക്കിൾസ് പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇപ്പോൾ ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് സെമി വോവൽസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു W, Y ആണ് നമ്മളിവിടെ സെമി വോവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സിംപത്തി, CEE, പത്തി, ഈ സൗണ്ട് വന്നതാണ് നമ്മൾ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ സെമി വോവൽ. അപ്പോൾ ഈയുടെ സൗണ്ട് വന്നതുകൊണ്ടാണ് നമ്മുടെ വോവലിൽ ഈ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. എമ്മി എടുക്കുമ്പോൾ എമ്മി, Y നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യാ സൗണ്ടാണ്, അതുകൊണ്ട് അത് കോൺസണൻസിലും എമ്മി ഈ സൗണ്ട് ആയതുകൊണ്ട് അത് വോവൽസുമായി. മിത്ത്, മീ, അപ്പോൾ ഈ സൗണ്ട് വന്നതുകൊണ്ട് അത് സെമി വോവലായത്. നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്സ്. ഫിസിക്സിൽ നമ്മൾ Y വന്നിട്ട് ഈ സൗണ്ട് ആയതുകൊണ്ടാണ് സെമി വോവൽസ് ആയത്. സോറോ എടുക്കുമ്പോൾ O സൗണ്ട് ആയതുകൊണ്ടാണ് W നമുക്ക് സെമി വോവൽസ് ആയത്. യു സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ച്യൂവിൻ്റെ W നമുക്ക് സെമി വോവൽസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ YA Wനെ നമ്മൾ എന്താ പറയുക സെമി വോവൽസ് ആയിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലായി. അപ്പോൾ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ സെമി വോവൽ സൗണ്ട്, അതായത് നമ്മുടെ സൗണ്ടിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് AEIOയിൽ വരുന്ന ഏതെങ്കിലും ആണെങ്കിൽ അതങ്ങനെ സെപ്പറേറ്റ് ആവും. ഇനി Y എടുക്കുമ്പോൾ I സൗണ്ട് വരുന്നുണ്ടാണ് നമുക്കിവിടെ Y വന്നിട്ട് നമുക്ക് സെമി വോവലായത്. ബൈസിക്കിൾ ഈ സൗണ്ട് വരുന്നുണ്ടാണ് Y വന്നിട്ട് നമ്മുടെ സെമി വോവലായത്. പ്രിട്ടി, പ്രിട്ടി, ഈ സൗണ്ട് വന്നതുകൊണ്ടാണ് നമുക്കിവിടെ സെമി വോവലായത്. ഇനി അടുത്ത കോൺസണൻസ് ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ് ഫ്രം B ടു ഈ ലെറ്റേഴ്സൊക്കെയാണ് 21 ലെറ്റേഴ്സാണ് നമുക്കുള്ളത്. എക്സാമ്പിൾ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നെസ്റ്റ് എടുക്കുമ്പോൾ NEST ബ്ലൂ കളർ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കോൺസണൻസ്. അപ്പോൾ നമുക്ക് Nഉം Sഉം T ആണ് നമ്മുടെ കോൺസണൻറ്റ്, ഈ ആയിരിക്കും അവിടുത്തെ വോവൽ. ഓക്കെ, 5 അപ്പോൾ നമുക്ക് FIVE, അപ്പോൾ ബ്ലൂ കളർ മാർക്ക് ചെയ്തിരിക്കുന്ന Fഉം Vയും ആണ് നമ്മുടെ ഇവിടുത്തെ കോൺസണൻറ്റ്, ബാക്കി രണ്ടെണ്ണം വോവലാണ്. ടോപ്പ് എടുക്കുമ്പോൾ ബ്ലൂ മാർക്ക് Tയും Pയും ആണ് നമ്മുടെ കോൺസണൻറ്റ്, O വന്നിട്ട് നമ്മുടെ എന്താ പറയുക വോവലാണ്. അപ്പ് U ആണ് നമ്മുടെ വോവലും, P ആണ് നമ്മുടെ കോൺസണൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ബ്ലൂ മാർക്ക് ചെയ്തിരുന്ന നമ്മുടെ വോവൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.